അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. പുതുരുത്തിയിൽ അംഗനവാടി കുട്ടികൾക്കും ജീവനക്കാർക്കും നേരെ കടന്നലാക്രമണം. പരിക്കേറ്റ 4 കുട്ടികൾ ഉൾപ്പെടെ 8 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അംഗനവാടിയിൽ കടന്നലാക്രമണം. 4 കുട്ടികൾക്കും ഹെൽപ്പർക്കും ഉൾപ്പെടെ 8 പേർക്ക് കുത്തേറ്റു. പുതുരുത്തി മഹിളാ സമാജം 166 നമ്പർ അംഗനവാടിയിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം പുറത്തിറങ്ങിയ കുട്ടികൾക്കും ജീവനക്കാർക്കും നേരെ കടന്നലാക്രമണം. ഇന്നുച്ചയ്ക്ക് 12:30ഓടെയാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. അംഗനവാടിക്ക് സമീപത്തെ പറമ്പിലെ പ്ലാവിൻ കൊമ്പിലിരുന്ന കടന്നൽ കൂടിളകി കുട്ടികൾക്ക് നേരെ തിരിയുകയായിരുന്നു. നിലവിളിച്ച് കെട്ടിടത്തിനകത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച 4 കുട്ടികൾക്കും അവരെ രക്ഷിക്കാൻ ഓടിയെത്തിയ അംഗനവാടി ഹെൽപ്പർ 56 വയസ്സുള്ള ശോഭനയ്ക്കും കടന്നൽ കുത്തേറ്റു. നമ്മുടെ പുതുരുത്തി 166 നമ്പർ അംഗനവാടിയാണ്. ഇന്നൊരു 11:00 കൂടിയിട്ട് അംഗനവാടിയിൽ 7 കുട്ടികളല്ല 7 കുട്ടികളാണ് ഇപ്പോൾ ഇന്നുണ്ടായിരുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പ്ലാവിൻ്റെ മുകളിലെ വലിയ തേനീച്ചകൂടാണ്. അതായത് മലന്തേൻ എന്ന നാട്ടിൽ അറിയപ്പെടുന്ന വലിയ തേനീച്ചകൂട് പെട്ടെന്ന് ഇളകുകയും തൊട്ടടുത്തുള്ള അംഗൻവാടിയിലേക്ക് വന്ന് കുട്ടികളെ അടുത്തേക്ക് വരികയുണ്ടായത്. അപ്പോൾ അത് കണ്ട് അവിടുത്തെ മറ്റേ വർക്കറായിട്ടുള്ള ശോഭേച്ചി വന്ന് കുട്ടികളെ വട്ടം പിടിക്കുക. അപ്പോൾ വന്ന തേനീച്ചകളൊക്കെ തന്നെ ശോഭേച്ചിനെയാണ് കൂടുതൽ കുത്തിയത്. തുടർന്ന് അതറിഞ്ഞ തൊട്ടടുത്തുള്ള ചന്ദ്രേട്ടൻ ഉൾപ്പെടെ നാട്ടുകാർ വന്ന് ടാർപ്പായി കെട്ടുകയാണ് കുട്ടികളെ അവിടുന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതിലൊരു നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്നാണ് കുട്ടികളെയും ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ 2 നാട്ടുകാർക്കും കുത്തേറ്റിട്ടുണ്ട്. പരിക്കേറ്റ 8 പേരെയും ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സമയത്ത് 7 കുട്ടികളാണ് അംഗനവാടിയിലുണ്ടായിരുന്നത്. മരക്കൊമ്പിലുള്ള കടന്നൽക്കൂട് നീക്കം ചെയ്യാനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.